കുറവർ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു കമ്മ്യൂണിറ്റി. അവരുടെ അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഹിസ്റ്ററിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കുറവരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ ട്രേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്നത് സംഘകാല കൃതികളിലാണ്. കാരണം അന്നാണ് കൂടുതലും ഈ കുറവർ എന്ന് പറയുന്ന വാക്കിനെ പറ്റി കൂടുതലും മെൻഷൻ വരുന്നത്. കണ്ടപുരാണത്തിലൊക്കെ കുറവർ ചീഫ്റ്റൻ ഉണ്ടായിരുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സംഘകാലഘട്ടം എന്ന് പറയുന്നത് ഒരു 300 BC തൊട്ട് ഒരു 300 CE കാലഘട്ടങ്ങളിലൊക്കെ വരുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി കാറ്റഗറൈസ് ചെയ്ത് 5 തിരിച്ചിരുന്നു. അതാണ് തിണൈ എന്ന് പറയുന്നത്. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്താൽ, പാലയാണ്. അപ്പം ഓരോ തിണകൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളും സംസ്കാരങ്ങളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ഒക്കെയുണ്ട്. കുറിഞ്ചി എന്ന് പറയുന്നത് മലനിരകളും കുന്നിൻപുറങ്ങളും ഒക്കെ ചേർന്ന പ്രദേശമായിരുന്നു. ഇവിടെ ജീവിച്ചിരുന്നവരായിരുന്നു കുറവർ അല്ലെങ്കിൽ കണവർ എന്നൊക്കെ പഴയ സംഘകാല കൃതികളിലൊക്കെ പറയുന്നുണ്ട്. അതായത് അവർ മെയിനായിട്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, തേൻ ശേഖരിക്കുന്നത്, ടൊഡ്ഡി ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറവരുടെ സ്ത്രീകളെ കുരട്ടി അല്ലെങ്കിൽ കുറമകൾ എന്നൊക്കെ വിളിച്ചിരുന്നു. അവർ കുന്നിൻ പ്രദേശങ്ങളിലായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ കുടിയിരിപ്പുകളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സംഘകാലങ്ങളിലൊക്കെ തന്നെ സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ വലിയ തോതിൽ നിലനിന്നിരുന്നു. അതായത് ചെയ്യുന്ന ജോലിയുടെ പേരിൽ ഒരാളെ താഴ്ന്ന ജാതിയാക്കി മാറ്റുന്ന സംവിധാനം അവിടെ എങ്ങുമില്ലായിരുന്നു. പാണർ, പറയർ, കുറവർ, വേടർ പോലുള്ളവർക്കൊക്കെ രാജാവിൻ്റെയും അല്ലെ നാടുവാഴികളുടെ ഇടയിലൊക്കെ നല്ല ബഹുമതി കിട്ടിയിരുന്നു. പിന്നെ അതുപോലെ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അനുമതിയും ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പുറനാനൂറ് 157. ഇത് രചിച്ചിരിക്കുന്നത് കുറമകൾ ഇളവേനി, അതായത് ഒരു സ്ത്രീയാണ്, ഒരു കവയത്രിയാണ് കുറവർ വംശത്തിലെ. അവർ പറയുന്നത് ഒരു രാജാവിന് വേണ്ട ഗുണങ്ങൾ, ഉദാരത, യുദ്ധവീര്യം, രാജ്യസഭയിലെ വീര്യം, പിന്നെ അപമാനത്തിനുള്ള ഭയം, ഇതൊക്കെ ഒരു വലിയ രാജാവിന് മാത്രമല്ല ഞങ്ങളുടെ കുറവ വംശത്തിൻ്റെ തലവനായിട്ടുള്ള ഐറക്കോനും ഈ പറയുന്ന എല്ലാ സ്വഭാവ സവിശേഷതകളും ഉണ്ടെന്ന് അവർ എടുത്തു പറയുന്നു. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ കുറവ സ്ത്രീക്ക് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അന്ന് ഒരു ചീഫ്റ്റൻ ഉണ്ടായിരുന്നു കുറവർക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു മെൻഷൻ വരുന്നത് പുറനാനൂറ് 129 അതായത് ആണ്ടിരൻ്റെ രാജ്യത്ത് നല്ല മധുരമുള്ള ചക്കകളുണ്ടെന്നും ചെറിയ താഴ്ന്ന കൂരകളുള്ള കുടിലുകളിലായിട്ട് കുറവർ താമസിച്ചിരുന്നുവെന്നും വേങ്ങമരത്തിൻ്റെ മുൻപിൽ പഴകിയ മദ്യങ്ങൾ കുടിച്ചതിന് ശേഷം അവർ കുറവേ നൃത്തമൊക്കെ കളിച്ചിരുന്നതായിട്ടും ഒക്കെ പരാമർശമുണ്ട്.